നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ യൂട്യൂബിൽ കുറേ അധികം ഹാക്സ് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ആ ഒരു ഹാക്സാണ് നമ്മൾ ഇന്നും പരീക്ഷിച്ച് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന അയൺ ബോക്സിൻ്റെ കുറച്ച് ഹാക്കുകളാണ്. അയൺ ബോക്സ് വെച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റി നമ്മൾ എക്സ്ട്രീം ലെവലിലോട്ട് പോവുകയാണ്. അപ്പോൾ കുറച്ച് ഹാക്സ് നമ്മുടെ യൂട്യൂബിലൊക്കെ കാണും, കുറച്ചധികം ചാനൽസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയിലൊക്കെയാണ് നമുക്കിന്ന് പോകാനുള്ളത്. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ സമയങ്ങളായി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിവിടെ ഏകദേശം എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് നമ്മുടെ ആക്റ്റീവ് പോപ്കോണാണ്. പോപ്കോൺ ഇതിനകത്ത് ഇട്ട് നോക്കും. പിന്നെ നമ്മുടെ മുട്ട ടെസ്റ്റ് ചെയ്ത് നോക്കും. പിന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ അയൺ ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ 2 ഡംബൽ പ്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ കുറച്ച് വെയിറ്റായിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഡംബൽ പ്ലേറ്റ് എടുത്തിരിക്കുന്നത്. 2 ഒരു സ്റ്റാൻഡായിട്ട് നമ്മൾ ഇതെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അയൺ ബോക്സ് ഇവിടെ എടുത്ത് വയ്ക്കാം. ഓക്കെ, അയൺ ബോക്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗമാണ് നമുക്ക് സെറ്റാകുള്ളൂ. അപ്പോൾ ഇത് ഏകദേശം നോൺ സ്റ്റിക്ക് പ്ലേറ്റാണ്, നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിനി ചെയ്യേണ്ടതെന്ന് പറയുമ്പം നമ്മുടെ ഈ ഒരു അയൺ ബോക്സ് നമുക്കിത് ഏകദേശം ഈ ഒരു നടുക്കായിട്ട് വയ്ക്കണം. അപ്പോൾ ഗൈസ്, നമ്മുടെ സെറ്റപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെയാണ് വെച്ചത്, അല്ലാതെ നമ്മുടെ ഈ ഒരു പ്ലേറ്റിൽ അത് ഇരിക്കുന്നില്ല. അപ്പോൾ കുറച്ച് വെയിറ്റൊക്കെ കൊടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം, എങ്ങനെയുണ്ട്, സെറ്റപ്പ് കറക്റ്റാണോ അല്ലയോ എന്നൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ മെയിൻ ക്യാമറ, ഇത് സൈഡ് ക്യാമറയുടെ വ്യൂ ആണ്. മെയിൻ ക്യാമറയിലുള്ള വിഷ്വൽസ് ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ സൈഡ് ക്യാമറയിലുള്ളതാണ് മുട്ടയുടെ നമുക്ക് കിട്ടിയത്. അപ്പം നമ്മൾ ചൂടാക്കിയിട്ട് ഇങ്ങനെ ഒഴിച്ചപ്പം നമ്മുടെ ആ മുട്ടയുടെ മഞ്ഞക്കരു താഴോട്ട് പോയി. അപ്പം നമ്മൾ രണ്ടാമത് ഒഴിച്ചപ്പോൾ അത് കറക്റ്റായിട്ട് വന്നു. അപ്പം ഞാൻ പറയുന്നതെന്ന് പറയുമ്പം എൻ്റെ മെയിൻ ക്യാമറയിലുള്ള ആ ഒരു വിഷ്വൽസ് എനിക്കതിൽ കിട്ടിയില്ല. ഡിലീറ്റ് ആയിപ്പോയി. എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഡിലീറ്റ് ആയിപ്പോയി. പക്ഷേ ഇത് സൈഡ് ക്യാമിലാണ്. അപ്പം ഈ ആദ്യം ചെയ്ത ഈ ഒരു മുട്ട പാളിപ്പോയി. ഇനി നമുക്കിത് രണ്ടാമത് ചെയ്യണം. അപ്പോൾ ഇത് ആദ്യം ഇളക്കിയെടുക്കണം. ഓക്കെ, രണ്ടാമത് നമ്മൾ ട്രൈ ചെയ്തത് കറക്റ്റായിട്ട് നമ്മൾ സ്പൂണൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ആ വിഷ്വൽസ് പോയതിൽ ഭയങ്കര വിഷമമുണ്ട്. കാരണം ക്ലിയറായിട്ട് അതിലാണ് കാണാൻ പറ്റുന്നത്. ഇത് സൈഡ് ക്യാം നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് വെച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഒന്നും കിട്ടൂല. അതായത് നമ്മുടെ രണ്ടാമത് വെച്ച മുട്ട കറക്റ്റായിട്ട് വന്നു. അപ്പോൾ ഇതിലൊക്കെ വെക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ നമ്മൾ ഒഴിക്കുമ്പോഴത്തേക്ക് ഒഴുകി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ രണ്ടാമത്തെ പ്രാവശ്യം ചെയ്തപ്പോൾ കറക്റ്റായിട്ട് വന്നു. അത് ഇളവി വരുന്നുണ്ട്, പെട്ടെന്ന് ഇളവി വരും. കാണിച്ചാൽ നമ്മുടെ അയൺ ബോക്സിൻ്റെ ആ ഒരു പാനൽ എന്ന് പറയുമ്പോൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് ഇളവി വരും. അപ്പോൾ നമ്മുടെ ഹാക്സിലെല്ലാം കാണുന്നത് കറക്റ്റായിട്ട് വരുന്നതാണ്. അപ്പോൾ ഒരു പാത്രം വെച്ചിട്ടാണെങ്കിൽ പിന്നെയും കറക്റ്റായിട്ട് വരുമെന്ന് തോന്നുന്നു. പക്ഷേ നമ്മളിവിടെ ഡയറക്റ്റ് ഒഴിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഒട്ടും വീട്ടിലൊന്നും ചെയ്യരുത്. കാരണം ഇതിൻ്റെ ഈ ഒരു അയൺ ബോക്സിൻ്റെ അകത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഷോർട്ടും പ്രശ്നങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ ആവും. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കാൻ പാടില്ല. അപ്പോൾ ഇത് തന്നെ നമ്മൾ കൈയൊക്കെ പൊള്ളിയിട്ടാണ് ചെയ്തത്. ഓക്കെ, നമ്മുടെ അയൺ ഓംലെറ്റ്. ഓക്കെ, അയൺ ബോക്സിൽ ഉണ്ടാക്കിയ, അപ്പോൾ അയൺ മാൻ ആയിരിക്കും തിന്നുന്നത്. അയൺ ബോക്സിൽ ഉണ്ടാക്കിയുണ്ട്. ഓക്കെ, അയൺ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ മെയിൻ സാധനം, നമ്മുടെ പോപ്കോൺ നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ പോപ്കോണാണ് നമ്മൾക്ക് കാണേണ്ടത്, അതിൽ വർക്കാവോ ഇല്ലേന്ന്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ ആ ഒരു സൊല്യൂഷനുമായിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ 2 സൈഡിൽ ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെയിൻ ക്യാമറയുടെ എഗ്ഗിൻ്റെ വിഷ്വൽസാണ് പോയത്. അപ്പോൾ ഇത് നമുക്ക് കിട്ടി. ഓക്കെ, ഇത് പൊട്ടോ ഇല്ലേ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ യൂട്യൂബിൽ കുറേ കണ്ടിട്ടുണ്ടായിരിക്കും. പല ഇംഗ്ലീഷ് ചാനലായിരിക്കും കൂടുതലും ഇടുന്നത് ഇത്. അപ്പോൾ നമ്മൾ ആ ഒരു അയൺ ബോക്സ് വെച്ചേക്കുന്ന അതിൻ്റെ തന്നെ ആ ഒരു കൂട്ടിലാണ് വെച്ചേക്കുന്നത്, കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ ഇത് പൊട്ടിത്തുടങ്ങി. അപ്പോൾ അടുത്തൊന്നും പോയി നിൽക്കരുത്, കാരണം ഇത് പൊട്ടി ദേഹത്തൊക്കെ തെറിയും. നല്ല ചൂടായിരിക്കും. ഓക്കെ, പൊട്ടിത്തുടങ്ങി, നല്ല ചൂടായിരിക്കും. പിന്നെ കണ്ണിലൊക്കെ തെറിക്കണത് നോക്കി നിന്നോളണം. ഓക്കെ, നമ്മൾ തന്നെ ഇപ്പോൾ ഒരു സേഫ് ഡിസ്റ്റൻസിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ കുറച്ചൊന്ന് ടൈം എടുക്കും ഇത് പൊട്ടാൻ. നല്ല ചൂടായിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൊട്ടും. നമ്മൾ സ്പൂൺ എടുക്കാൻ പോയപ്പോൾ തന്നെ പൊട്ടി. സ്ലോ മോഷനിലൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ വാരി ഇടുകയാണ്.
എന്നാലേ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു വിഷ്വൽസ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ കൂടുതൽ വിഷ്വൽസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് വിഷ്വൽസേ കാണിക്കുന്നുള്ളൂ, കാരണം നിങ്ങളെ ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് സൈഡ് ക്യാമറ വ്യൂ ആണ്. നിങ്ങൾക്ക് കുറച്ചുകൂടെ അടുത്ത് നിങ്ങൾ അവിടെ ഇരുന്ന് കാണുന്ന പോലത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. തൊട്ടടുത്ത് വെച്ച ഒരു ക്യാമറയാണ്. ഇതാ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, നല്ല രീതിയിൽ തന്നെ അത് പൊട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലാണ്. ഓക്കെ, അതാ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് പൊട്ടുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ സൗണ്ടൊന്നും എനിക്ക് കിട്ടിയില്ല, റെക്കോർഡായില്ല. അതുകൊണ്ടാണ് സൗണ്ടൊന്നും ഇടാത്തത്. അടിപൊളിയായിട്ട് എനിക്ക് ഒരെണ്ണം വന്ന് എൻ്റെ കയ്യിലും കൊണ്ട് എൻ്റെ കയ്യും പൊള്ളി. അതാണ് ഞാൻ പറഞ്ഞത് കുട്ടികളാരും ചെയ്യാൻ പാടില്ല എന്ന്. ഓക്കെ, അതാ ഓരോന്നായിട്ട് നമുക്ക് പൊട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല കുറച്ച് വാട്ട്സ് കൂടിയ ഒരു അയൺ ബോക്സ് ആണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് ചൂടാവുകയും പൊട്ടുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഹൈയിലാണ് ഇട്ടേക്കുന്നത്. അയൺ ബോക്സ് നല്ല സ്ലോ മോഷനിൽ കാണിച്ചു തരാം. ഓക്കെ, ഇതിൻ്റെ സാധനങ്ങൾ വന്ന് എൻ്റെ ക്യാമറയുടെ ലെൻസിൽ വീണ്. അപ്പോൾ അതൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് നമ്മൾ രണ്ടാമത് വീണ്ടും ഇടുകയാണ്. അപ്പോൾ ക്യാമറയൊക്കെ നല്ല അടുത്താണ് ഇരിക്കുന്നത്, നമ്മൾ ദൂരെയാണ് നിൽക്കുന്നത്. സൈഡിൽ നമ്മളൊരു ക്യാമറ വെച്ചിട്ടുണ്ട്. നിങ്ങളവിടെ ഇരുന്ന് കാണുന്ന പോലത്തെ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്തത്. നമ്മൾ സൈഡിലെ വ്യൂ നോക്കാം. ഓക്കെ, അതാ ഇവിടെ നമ്മൾ ഇപ്പോൾ അടിപൊളിയായിട്ട് പൊട്ടുന്നുണ്ട്. അപ്പോൾ തെറിച്ച് വെളിയിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും ഒരു പ്രാക്ടിക്കലായിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ജസ്റ്റ് ഒരു ഫണ്ണിനും എൻ്റർടൈൻമെൻറ്റിനും വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ഞാൻ നോക്കിയെടുത്തോളം ഇത് ഒരിക്കലും നമുക്ക് ഒരു പ്രാക്ടിക്കലായിട്ട് എടുക്കാൻ പറ്റില്ല. ഓക്കെ, അത് അടിപൊളിയായിട്ട് പൊട്ടുന്നുണ്ട്. അതിൻ്റെ കവറിലൊക്കെ ആയി. വേറെ ലെവല് അടിപൊളിയായിട്ട് പൊട്ടുന്നുണ്ട്. ഇവിടെ കാണാൻ പറ്റുന്നെന്ന് തോന്നുന്നു. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ട, ഈ ഒരു അയൺ ബോക്സിൻ്റെ വയർ തന്നെ അതിൻ്റെ പ്ലേറ്റിൽ കൊള്ളാൻ പാടില്ല. കാരണം നമ്മളത് കൊണ്ട് കട്ടായിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ തൊട്ടാൽ ഷോക്ക് അടിക്കും. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇതിൻ്റെ വയറൊന്നും അതിൽ തൊടാൻ പാടില്ല. നിങ്ങളിത് വീട്ടിൽ ചെയ്ത് നോക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഒരു ഫണ്ടിന് വേണ്ടി ചെയ്തതാണ്. കറണ്ടുമായിട്ട് കൈകാര്യം ചെയ്യുന്നതാണ്. വളരെയധികം സൂക്ഷിച്ച് ചെയ്യണം. ഓക്കെ, നമ്മളിതായിപ്പോൾ ഇവിടെ ചെരുപ്പൊക്കെ ഇട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, കുറേ പൊട്ടി, ഇനി കുറച്ചും കൂടെ ഉള്ളൂ പൊട്ടാൻ. നമ്മൾ അടുത്തോട്ട് പോകുമ്പോഴായിരിക്കും ഇത് പൊട്ടുന്നത്. ഞാൻ കുറച്ചൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. തീരെ അടുത്തോട്ട് പോയാൽ ദേഹത്ത് തെറിയും. ഓക്കെ, നല്ലൊരു രസമുണ്ട് ഇതിങ്ങനെ. നമ്മളിപ്പോൾ പോപ്കോണൊക്കെ ആണെങ്കിലും നമ്മൾ കുക്കറിനകത്തിട്ട് അടച്ചാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇപ്പം നമുക്ക് ഇവിടെ കാണാം ഇത് പൊട്ടുന്ന കറക്റ്റായിട്ട്. അപ്പോൾ പോപ്കോൺ നമുക്ക് കറക്റ്റായിട്ട് പൊട്ടുന്ന കാണാൻ പറ്റും. നമ്മൾ കുക്കറിനകത്തിട്ട് കാണിക്കുമ്പോൾ അതങ്ങനെ കാണൂല. പക്ഷേ ഇതിനകത്ത് നമുക്ക് കറക്റ്റായിട്ട് അത് പൊട്ടി ഇങ്ങനെ തെറിയുന്നത് കാണാൻ പറ്റും. സ്ലോ മോഷനിൽ കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ പോപ്കോൺ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇവിടെ സൈഡിലൊക്കെ കിടന്നതാണ്. ഇങ്ങനെ നമുക്ക് പോപ്കോൺ ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മുടെ പോപ്കോണിൻ്റെ എല്ലാം റെഡിയായി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ചായ ഇടാൻ പോവുകയാണ്. നമ്മൾ ചായ ഇടാൻ പോവുകയാണ്. ഓക്കെ, നമ്മൾ ഇതുപോലെയുള്ള ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഇതിൻ്റെ പുറത്ത് വെച്ച് ചായ ഇട്ട് നോക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് 3 ഹാക്സാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, നമ്മളിത് ആ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു സ്റ്റീൽ പാത്രത്തിൽ. ഓക്കെ, അതാ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് കുറച്ച് സ്പീഡായിട്ട് കാണിക്കും, കാരണം വെള്ളം തിളയ്ക്കുന്ന കുറച്ച് നേരം എടുക്കും. അപ്പോഴത്തേക്ക് അത്രയും നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. ഇത് കുറച്ചൊന്ന് ടൈം എടുക്കും. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പാത്രം വൈബ്രേറ്റ് ചെയ്ത് നീങ്ങി പോകുന്നത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. കണ്ട, നീങ്ങി പോകുന്നത് കാണാൻ പറ്റും. എന്തുകൊണ്ടാണെന്നൊന്നും അറിയത്തില്ല, അതിൻ്റെ പിന്നിലെ സയൻസ് ഒന്നും അറിയത്തില്ല. അത് നീങ്ങി പോകുന്നുണ്ട്. പിന്നെ നമ്മളത് പിടിച്ച് നിർത്തിയാലാണ് നിൽക്കുന്നത്. നല്ല ചൂടും ഉണ്ട് അത്. പക്ഷേ നമ്മുടെ ഗ്യാസിൽ ചെയ്യും പോലെയല്ല, നല്ല സമയം എടുക്കുന്നുണ്ട് ഇത് ചൂടാവാൻ വേണ്ടി. അപ്പോൾ അവർ ആ ഒരു വീഡിയോയിൽ കാണിക്കുന്ന പോലെയൊന്നുമല്ല. നമ്മളത് ആ തേയിലപ്പൊടി ഇട്ട് കൊടുത്തു. അവർ ആ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഇത് അത്രയും പ്രാക്ടിക്കൽ ഒന്നുമല്ല. ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടി ചെയ്യാവുന്നേ ഉള്ളൂ. ഒരിക്കലും ഇതൊരു പ്രാക്ടിക്കൽ വേ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. കാരണം അയൺ ബോക്സ് ഒക്കെ നല്ല രീതിയിൽ കറണ്ട് എടുക്കുന്ന ഒരു ഡിവൈസാണ്. അതിനെ കണ്ട് നമുക്ക് ഗ്യാസ് വാങ്ങിച്ച് വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇൻഡക്ഷൻ കുക്കറിൽ ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങൾക്കിവിടെ കാണാം, വെള്ളം വെട്ടി തിളയ്ക്കുന്നതൊന്നുമല്ല. അത് എന്തുകൊണ്ടോ ആ പാത്രം ഇങ്ങനെ കുലുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫാസ്റ്റാക്കിയൊന്നുമല്ല, പാത്രം കുലുങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം നമ്മൾ ഫാസ്റ്റാക്കിയൊന്നുമല്ല എന്ന്.
ഓക്കെ, നമ്മൾ ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് ആയപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്ത് ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിക്കുകയാണ്. നമ്മുടെ ചായ, കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അയൺ ബോക്സ് കട്ടൻ ചായ ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തതെന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടിയാണ് ചെയ്തത്. അപ്പോൾ കുറേ വീഡിയോ നമ്മൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്, ഇതുപോലെ അയൺ ബോക്സ് ഹാക്സ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൽ ചെറുതായിട്ട് പാളിപ്പോയത് നമ്മുടെ മുട്ട മാത്രമാണ്, ബാക്കിയെല്ലാം നമുക്ക് കറക്റ്റായിട്ട് തന്നെ വന്നു. പിന്നെ ഇതാരും നിങ്ങളുടെ വീട്ടിലൊന്നും ട്രൈ ചെയ്ത് നോക്കരുത്, കാരണം ഇതിൻ്റെ പോപ്കോൺ അതൊക്കെ പൊട്ടി വന്ന് കയ്യിൽ വീണ് എൻ്റെ കൈയൊക്കെ പൊള്ളി. അപ്പം നിങ്ങളാരും വീട്ടിൽ ട്രൈ ഒന്നും ചെയ്ത് നോക്കരുത്. കൊച്ചുകുട്ടികളൊന്നും പ്രത്യേകിച്ച് ട്രൈ ചെയ്ത് നോക്കരുത്. ഇതുപോലുള്ള വീഡിയോസ് ഒന്നും കണ്ടിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എൻ്റർടൈൻമെൻറ്റിന് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ അത് അയൺ ബോക്സൊക്കെ ഇവിടെ വൃത്തിയാക്കി വെച്ചൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ ഈ ചാനലിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് ബെല്ലേക്കും കൂടെ ക്ലിക്ക് ചെയ്താലേ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ ഇതിൽ കിട്ടിലായിട്ടുള്ള വീഡിയോസും നമുക്ക് വീണ്ടും കാണാം. അതുവരെയും